എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മളിന്ന് കുറേ ദിവസം എത്തി ഒന്ന് പുറത്തേക്ക് പോകാൻ പോണേ കേട്ടോ. ഞാൻ കുറേ ദിവസമല്ല വീട്ടിലിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം എത്തി. ഇവിടെ വീട് വരുമ്പോൾ ഓരോന്ന് ഇടക്കിടക്ക്. അപ്പോൾ അതേ ഞങ്ങൾ കുറച്ച് ദിവസം എത്തി പുറത്തേക്ക് പോകാൻ പോണേ. പുറത്തേക്ക് പോകണ വേറെ ഒന്നുമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ അതും ഇതൊക്കെ തീർന്നിരിക്കുന്നുണ്ട്. കുറച്ച് പരീക്ഷണമുണ്ട് വൈകുന്നേരം. പരീക്ഷണരകളാണ് ഇവരൊക്കെ ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ. വലിയ പോണില്ല, ഞാൻ അപ്പോൾ എഴുതിക്കര പോകാൻ പോകണം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോണതും എന്താണെന്നൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം. വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഒന്ന് പറൂർ വരെയും പോയിട്ട് വരാം, വേറെ ഒന്നുമല്ല. അല്ല, ഞങ്ങൾക്ക് നാണം വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്. പക്ഷേ ഈ ഡ്രസ്സ് ഇങ്ങനെ ലൂസായിട്ട് കിടക്കണതാണ്. പക്ഷെ എന്നെ നോക്കിയേ, ഞാൻ എന്നൊന്ന് കണ്ട, ഇതിങ്ങനെ ലൂസൊക്കെ കിടക്കണമായിരുന്നു. പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ ഇവിടെ ഇട്ടിരുന്നെങ്കിൽ ചെറിയൊരു ഇതായനെ, സ്റ്റൈലിഷ് ആയനെ. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അഴിച്ചിട എല്ലാവരും കൂടി പോകുമ്പോ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ചുരിദാർ പോലെ ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ലഡാക്കിന്ന് കൊണ്ടുവന്നാണിട്ടത്. ലഡാക്കിന്ന് ഞങ്ങൾക്ക് ഒന്നും കൊണ്ടുവന്നില്ല, സുധുവിന് മാത്രം ടീഷർട്ട് അല്ല ഞങ്ങൾക്കും കൊണ്ടുവന്നിട്ടുണ്ടായി. ഞങ്ങൾ അമ്മ നിറക്കിയിട്ടില്ലട്ടാ, നമ്മുടെ പൂക്കളൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേഗം പറഞ്ഞിട്ടോ നമ്മള് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്, മൂലൻസ്. പറവൂരുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. വലിയ ഫേമസ് ആയിട്ട് ഇപ്പൊ തുടങ്ങി അടുത്ത് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ വരെ. ഇവിടെ എനിക്ക് എപ്പോഴും ഞാൻ സുധൂനാക്കാൻ പോണ വഴിയാണ് കേട്ടോ. ആക്കാൻ പോകുമ്പോൾ ഇവിടെ എന്തായാലും ഒരു ഉത്സവത്തിനുള്ള തിരക്കുണ്ടാവാറുണ്ട്. ഇത്തിരി തിരക്കുണ്ട്, എന്നാലും തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്നൊന്ന് കയറി നോക്കണ്ടേ? നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ട് നമ്മൾ കയറി റിലയൻസിലും മോറിലൊക്കെ ഞങ്ങൾ സാധനങ്ങളൊന്നും മേടിക്കാൻ പോണ ആൾക്കാരല്ല. അപ്പോൾ അതുപോലെ തന്നെ മൂലൻസിലും ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. ആദ്യമായിട്ട് ഒന്ന് കയറി നോക്കാന്ന് പറഞ്ഞത്. സാധാരണ നമ്മുടെ അടുത്ത കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണം. ഒരു രസമുള്ള ഇങ്ങനെ ഇറങ്ങി നടക്കാനും. അതെ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലൊന്നും കാണണ്ട, എല്ലാവരും പറഞ്ഞു കേട്ട് അറിവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഓഫറുകളാണ്, കാര്യങ്ങളാണെന്നൊക്കെ. കടയിലാണെങ്കിലും ചേച്ചിയൊക്കെ എപ്പോഴും പറയും, ആ ചേച്ചിയുടെ അനിയത്തിയൊക്കെ എപ്പോഴും മൂലൻസിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കണേന്നൊക്കെ. നമുക്ക് സെറ്റാണെങ്കിൽ നമ്മൾ വന്ന് മേടിക്കും കേട്ടോ. വഴിയെ നമുക്ക് ഓക്കെ ആണെങ്കിൽ മേടിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരാൻ പോണതും എന്തൊക്കെയാണ് നമുക്ക് കയറിയിട്ടൊന്ന് ജസ്റ്റ് എങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് വാങ്ങിക്കണമെന്ന്. അതൊക്കെ ഓഫർ ഉണ്ടാന്നൊക്കെ നോക്കിയിട്ട് മേടിക്കണം. അപ്പം നമുക്ക് മൂലൻസിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ബാസ്ക്കറ്റ് ഞങ്ങൾ എടുക്കാതെ ഓടിച്ചാടി കയറി വന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞാണ് ബാസ്ക്കറ്റ് എടുത്തോ, എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇടാലാന്ന് ഓർത്തുണ്ട്. അപ്പം ഞങ്ങളാണത് ഇവിടെ കോസ്മെറ്റിക്സ്, ലേഡീസ് ഐറ്റംസ് ഒക്കെയാണ്. നമ്മുടെ ബാഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നിലവിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞങ്ങൾ ഇവിടെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അടുത്ത സ്ഥലത്ത് ഇവിടെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റിൻ്റെ ഏരിയ. കൊള്ളാല്ലേ, പ്ലാസ്റ്റിക് പൂക്കളും ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിള്ളേരുടെ ടോയ്സ് ആണ് മോനെ, അടിപൊളി ടോയ്സൊക്കെ ഉണ്ട്. മറ്റേ ഇവിടെ വെക്കണ പ്ലാന്റ് അല്ലേ, മറ്റേ സ്റ്റെയറിലൊക്കെ വെക്കണതും പിന്നെ മുകളിലൊക്കെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പിള്ളേരുടെ അങ്ങനെ അതെ നല്ല കുറേ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പം ഫോണിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. വലിയ ഇടയ്ക്കിടയ്ക്ക് കുറേ എണ്ണം വെച്ചേക്കണതല്ലേ. മുഴുവനും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ആ കയറിയിട്ടുള്ള ഒരു ആകാംക്ഷഭരിതമായ കാഴ്ചകളാണ് കാണിച്ചത്. ബാക്കി എന്തൊക്കെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയണമെന്നൊരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് കാണാം. അപ്പോഴത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞു ഗൈസ്. ഭയങ്കര വലിയ പർച്ചേസ് കാണിച്ചു തരട്ടെ ഞങ്ങൾ. അടിപൊളി പർച്ചേസൊക്കെ നടത്തിക്കൊണ്ട് വാങ്ങിക്കാതെ കിറ്റ് അവര് ചോദിച്ചു. പക്ഷെ കിറ്റ് നമ്മുടെ വണ്ടിയിൽ എന്തോരം സ്ഥലമുള്ളതാണ്. അതെ, ഞങ്ങൾ ഇതിൽ തിക്കി നിറക്കും. കിറ്റിന് വെറുതെ ഞങ്ങൾ പൈസ കൊടുക്കണ്ട. നമ്മൾ പ്ലാസ്റ്റിക് നിരോധനമുള്ള പ്ലാസ്റ്റിക് കടയിലും ജോലി ചെയ്യുന്ന ഞാൻ തന്നെയാണ് വല ഇങ്ങനെ പറയണത്. സാധനങ്ങളൊക്കെ പിറക്കി വെക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ പറവൂരിൽ നിന്നൊക്കെ പോകുന്നു. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ചേട്ടൻ്റെ കടയിൽ കയറിയിട്ട് നമ്മളൊരു ചിക്കൻ മേടിക്കാൻ തരും. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വേറൊരു സ്പെഷ്യൽ നമ്മുടെ
അടുത്ത വീഡിയോയിൽ കൊണ്ടാട്ടം 2.0 അറിഞ്ഞൂടാ, പറയാൻ പറ്റൂല. ഏതിലാണ് വന്നേന്ന് അറിഞ്ഞൂടാ. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ചിക്കൻ മേടിക്കാൻ കയറി. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ആണെങ്കിലും ഭയങ്കര പട്ടികളാണെന്ന്. ഞങ്ങളാണെങ്കിൽ കുറേ നേരം ഇവിടുത്തെ നോക്കി എന്തൊരു വൈബാണെന്നറിയോ. ഇപ്പൊ ഈ ഒരു സമയം കൂടെ കാരണം ഭയങ്കര അടിപൊളി കാടും ആ കണ്ടും നെല്ലും ഒക്കെ ആയിട്ട്. അപ്പം ഇത് കണ്ടിട്ട് എന്തായാലും നോക്കി എന്ത് രസമാണ് നോക്കി. ഞങ്ങളുടെ അന്തസുന്ദരമായ നാട്, നമ്മുടെ ചിൽച്ചിലിൽ ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ നാട് ഇങ്ങനെ കാണിച്ചു. അതെ അതെ. അപ്പം ഇത് മൊത്തം ഇത് അടിപൊളിയായിട്ട് നേരിട്ട് കാണുമ്പോൾ. അപ്പം എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് രണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മനസ്സംതൃപ്തി അടയാന്ന് എഴുതി ഫോട്ടോ എടുക്കാൻ നിൽക്കും. മിണ്ട്ര ഞങ്ങളുടെ ആ ജന്മശത്രുവായ പട്ടിക ഞങ്ങൾക്ക് ചേച്ചി ആ ഡോർ അടച്ചിട്ടേക്കരുത്, അത് തുറക്കാൻ ശ്രമിക്കുന്നു ഞാൻ. ശ്രുതിയാണെങ്കിൽ എവിടെ നിന്നാലും ഇല്ലേ ശ്രുതിന്റെ അടുത്തോട്ട് വരും പട്ടി. അത് ലഡാക്ക് പോയപ്പോ തുടങ്ങി കണ്ണൻ പറയുന്നതാണ് അവളെ ഏതെങ്കിലും ഇതിന്റെ അരികത്ത്. ഞാൻ അതിന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ചാലും പട്ടിക്ക് എന്നെ എന്ത് ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ കൊടുക്കത്തെ പേടിയുമാണ്. ഇവള് ഇട്ടുകൊണ്ട് ഓടാനും പറ്റുമോ? അപ്പൊ ഇവള് ചേച്ചി 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 അലപ്പല്ലേ ഞാൻ തുറക്കാം ആരും ഉണ്ടായില്ല. ഭാഗ്യത്തിന് ആരും കാണാനുണ്ടായില്ല. ഞങ്ങൾ തന്നെ തുറന്നു. ഞാൻ സാധാരണ ഇവിടെ ചിക്കൻ മേടിക്കാൻ വരുമ്പോ എന്താന്നാ ആ ഗേറ്റ് തുറന്നകത്ത് കയറി നിൽക്കും. കടക്കാരി ഞാനായിട്ട് പോലെ നിൽക്കും. എന്താന്ന് വെച്ചാൽ പട്ടികടി കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് പേടിയാണ്. ചിക്കൻ്റെ കൂടെ ഉള്ളത് കാരണം ഇവിടെ ഈ ഭാഗത്തൊക്കെ പട്ടികളൊക്കെ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ വലിയ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം പട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് 2-3 പോസൊക്കെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതൊക്കെ വാട്സപ്പിലൊക്കെ ഇട്ട് മനസ്സംതൃപ്തി വേണം. ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയി സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചേക്കണം. അമ്മ സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേഗം വീട്ടിലോട്ട് അമ്മ ഉണ്ടാവും അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അമ്മ വന്നിട്ടുണ്ടാവും കേട്ടോ. വാ വീട്ടിലോട്ട് എന്നിട്ട് സാധനങ്ങൾ എന്താ മേടിച്ചെന്ന് കാണിച്ചു തരാം. അപ്പൊ അതേ നമ്മള് വീട്ടിൽ വന്ന് അമ്മ വീഡിയോ ബീൻസ് ആകെ ഒരു തിരുകോളം മേടിച്ചിട്ടുള്ളൂ. 6 ബീൻസ് ആ നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനത്തിനുള്ള ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കൊണ്ടാട്ടത്തിലായിരിക്കുള്ളൂ വന്നത്. അപ്പൊ നമ്മൾ അത് പറയണില്ല. പിന്നെ ഇത് ഫലൂദ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മേടിച്ചേക്കണത് കട്ടിംഗ് ബോർഡ് മേടിച്ച്. അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കട്ടിംഗ് ബോർഡ് മേടിച്ച്. ഈശ്വര എനിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ പെട്ടെന്ന് കിട്ടി. അതെ അഴുക്കായാലും അറിയൂലല്ലേ. ആ ഇനി ആരും പറയൂലല്ല. പിന്നെ അതെ ഒരു സോപ്പിന്റെ മറ്റേ ലിക്വിഡ് അല്ല ഇവിടെ ഉണ്ട് ലിക്വിഡ്. ഇത് എനിക്ക് മേടിച്ചാ. പിന്നെ മറ്റേ ടൊമാറ്റോ സോസ്, ഇത് നമ്മളുടെ ഫലൂടൊക്കെയുള്ള ഐസ്ക്രീം. പിന്നെ ഇത് ഞങ്ങൾക്കിപ്പോ ഡ്രിങ്ക് സുഖം വന്നപ്പോ തന്നെ പറഞ്ഞു ഡ്രിങ്ക് ഉണ്ടല്ലോ. പിന്നെ ഇത് മറ്റേ യോഗട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞല്ലോ PCODക്ക്. കണ്ടപ്പോ മേടിച്ചാണ്ടാ എങ്ങനെ ഉണ്ടാവും അറിഞ്ഞൂടാ. പിന്നെ ലൈറ്റർ തീർന്നിട്ട് അത് കൊറേ ദിവസമായില്ലേ മേ. ലൈറ്റർ ചീത്തയിപ്പോയി. പിന്നെ എന്റെ ഫേവറേറ്റ് പൽപ്പൊടി, ഞാൻ നമ്പൂതിരി പൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം പൽപ്പൊടി ഇതെടുത്തപ്പോഴേക്കും ഒരാഴ്ച ഞങ്ങൾക്ക് 2 എന്തെങ്കിലും വീട്ടില് പൽപ്പൊടി മേടിക്കണം. അതാണ് ഞങ്ങളുടെ പോളിസി. അതെ എനിക്കറിയാം ഈ കാര്യം കേട്ടാ. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ 2 എന്തിനാ എടുക്കണേന്ന് ചോദിച്ചോണ്ട് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അവിടെ വെക്കാൻ 2 കൊണ്ടുപോകും. ഇപ്പൊ തന്നെ ഒരാഴ്ച എനിക്ക് നമ്പൂതിരി പൽപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. എടുത്ത് പറയണേ വലുത് മേടിച്ചില്ലടി ഞാൻ. അപ്പോഴും ഞാൻ 2 ചെറുതല്ലേ മേടിച്ചത്. അതെ ഞാൻ ലാഭം വരുത്തിയില്ലേ അപ്പോഴും. പിന്നെ ഒരു സോസ്. പിന്നെ ഈ വീട്ടിൽ ഞാനൊരു പീലർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൾക്കൊരു പീലർ മേടിച്ചു കൊടുത്ത്. പിന്നെ ഒരു കത്തിക്ക് ഇവിടെ കത്തി കാണാനില്ല. സുധപ്പിന് ശ്രുതി ആന്റിയുടെ വക, ശ്രുതി ചേച്ചിന്ന് വരും, ശ്രുതി ആന്റിയുടെ വക കിറ്റ്കാറ്റ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കും. അതെ ഇതും നമ്മൾ ഉണ്ടാക്കും. അതൊക്കെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ 2.0 അല്ലെങ്കിൽ കൊണ്ടാട്ടത്തില് മാത്രം കാണുള്ളൂ. ഇപ്പൊ നമ്മൾ പോയി വന്ന വിശേഷങ്ങളാണ് നമ്മുടെ ചിരിച്ചിലില്. അമ്മ എവിടെ പോയി? പിന്നെ ഞങ്ങൾ നല്ല കുറേ ഫോട്ടോസൊക്കെ ഇവിടെ വന്നിട്ട് എടുത്ത്. ഐസ്ക്രീം ഞങ്ങൾ മേടിക്കാൻ മറന്നുപോയി. അത് കാരണം ശ്രുതി വന്നിട്ട് പിന്നെ 2ാമത് പോയി. അപ്പം അതൊക്കെയാണ് നമ്മുടെ കുക്കിംഗ് സ്പെഷ്യൽ വീഡിയോയുടെ അരിയല് കാര്യങ്ങളൊക്കെ വലിയവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വലിയ പണിയിലാണ് ഞങ്ങൾ. അടുക്കളയിൽ പണിയിലാണ്. ഇപ്പൊ ഇനി അടുത്ത വീഡിയോ നമ്മൾ ഇനി അടുത്ത നിമിഷം തന്നെ തുടങ്ങാൻ പോണേണ്. അപ്പൊ നമ്മുടെ ഈ പർച്ചേസിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അമ്മ പോയി തോന്നണം. അമ്മ നാളെയും മറ്റന്നാളൊക്കെ തകൃതിയായ ഓണക്കളി ആയതുകൊണ്ട് അതിന്റെ ഫോൺ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇത് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം തീർത്തിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ജ്യൂസ് ഇവിടെ വെക്കരുത്.
ഇനി ഇവിടെ വെച്ചാലുണ്ടല്ലോ ഇവിടെ ഇരിക്കലുണ്ടാവുള്ളൂ, ഞാൻ മാത്രമാണ്, ഇവരെല്ലാരും ചോറ് കഴിക്കുള്ളൂ രണ്ടുപേരും. നമ്മ കുടിക്കും, നമ്മ നിനക്ക് ഇഷ്ടമല്ലേ? ഓ നമ്മൾ കുടിച്ചും ഇതാവൂലെ മോനെ. സുഖനും കൂടെ മേടിച്ചതായിരുന്നു, ഇനി മാമനും കൂടി ഇഷ്ടമല്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന് എന്താവോന്ന് അറിയാൻ പാടില്ല. പാലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പാലൊക്കെ മേടിച്ചിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഞങ്ങൾ ഫലൂദ കുടിച്ച് ശരിയാവും. അപ്പൊ ഫലൂദ ഇനി ഉണ്ടാക്കണം. ബാക്കി നമ്മുടെ കുക്കിംഗ് വീഡിയോകൾ വരാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.